സർക്കാരിന്റെ ഇടപെടൽ തേടി പെരുമ്പാവൂർ പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം കുടിയൊഴിപ്പിക്കാൻ പോലീസ് നടത്തിയ ശ്രമം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ പോലീസ് വീണ്ടും എത്തുമെന്ന് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മിനി പറഞ്ഞു. ആയതിനാൽ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന് മിനി ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യമുണ്ട്. പെരുമ്പാവൂർ പാരിയത്തുകാവിൽ 8 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം സംഘർഷത്തിൽ കലാശിച്ചത് എല്ലാവരും കണ്ടതാണ്. പോലീസ് പ്രതിഷേധക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് 2 വീടുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അതിനെ പ്രതിരോധിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് സർക്കാർ ഇടപെടൽ കൂടി ആയതോടുകൂടി പോലീസ് പിന്മാറുകയാണ് ഉണ്ടായത്. പക്ഷേ പോലീസ് വീണ്ടും വരുമെന്നുള്ളത് ഈ വീട്ടുകാർക്കറിയാം. കാരണം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വരുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സംഘർഷത്തിൽ താങ്കൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവിച്ചത്? അവർ രാവിലെ വന്നതാണ്. അപ്പം ഇന്ന് വരുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഇതായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കൂടുതലും പോലീസ് വന്ന് ഞങ്ങളോട് പീരങ്കി അടിച്ച് ഞങ്ങളെ അങ്ങോട്ട് ഇതാക്കി. അപ്പോൾ തള്ളി കുറേ പേരെ അങ്ങനെ വട്ടോട്ട് പിടിച്ചു. അവരെ വയറിനൊക്കെ കാര്യമായ എന്തൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിലേക്ക് വന്ന ശേഷം അപ്പം എൻ്റെ ഇങ്ങനെ രാത്രി വീശിയപ്പോൾ രാത്രി വെച്ച് ഇവിടെ അങ്ങനെ ഒരടി കിട്ടി. മോളുടെ കാലിന് ചെരുപ്പിട്ട് ചവിട്ടി. ഞാൻ ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയുക. മോനും എന്തെങ്കിലും ജോലിയിട്ടപ്പോൾ പഠിക്കുകയാണ്. ഡിഗ്രി 3 വർഷം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിത് ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ ഒരു തീരുമാനവും ഇല്ല. ഇവിടെ കിടന്ന് മരിച്ചാലും ഞങ്ങൾ ഒഴിഞ്ഞു പോകില്ല. സുപ്രീം കോടതി വരെ പോയിട്ടും അനുകൂല തീരുമാനം ഉണ്ടായില്ല. 4 പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ വിധി വന്നതാ. അങ്ങനെയാണ് ഞങ്ങൾ വീടുകളൊക്കെ പണിതത്. ഒന്നും ചെയ്തിട്ട് ഇത് പുറമ്പോക്ക് സ്ഥലമാണ്. ഞങ്ങൾ ഈ 100 വർഷക്കാലമായി ഇതിന് ജീവിക്കണേ. രേഖയില്ല. ഞങ്ങൾ പലതവണ പോയി രേഖയ്ക്ക്. ഞങ്ങൾക്ക് രേഖ കിട്ടിയില്ല. അവർ പറയും കേസുള്ള സ്ഥലമാണ്, അത് തന്നെ രേഖ തരാൻ പറ്റില്ല എന്ന് പറയും. അവരുടെ ആളുകൾക്കൊക്കെ ജോലി ഉള്ളതാ, മക്കൾക്കൊക്കെ. 1975 കേസ് വന്നേ. അതെ. അപ്പം അവരുടെ മക്കളൊക്കെ പഠിച്ച് ജോലിയും പോലീസുകാരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം രണ്ടാമത് ഇറങ്ങിയേക്കുന്നതാണ് ഈ കേസിന്. ഈ സ്ഥലം അവർക്ക് എന്തായാലും പിടിച്ചെടുക്കണം, ഞങ്ങളെ പെരുവയിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ കുറേ ജനങ്ങളുണ്ട്. അവർക്കൊക്കെ ഇഷ്ടംപോലെ പൈസ അയാൾ കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയെങ്കിലും അവർക്ക് കയ്യിലാക്കണമെന്നും പറഞ്ഞു. 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലമുണ്ട്. ഞങ്ങൾ വിട്ടുകൊടുക്കൂല. ഇതിപ്പോൾ ഞങ്ങൾ ജനിച്ച് വീണ ഭൂമിയാണ്. നമുക്ക് നമ്പറുണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, പിന്നെ കര അടിക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഞങ്ങൾ ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ ആവശ്യം തളർന്ന് തിട്ടപ്പെടുത്താം. ഇപ്പം തന്നെ ഇറങ്ങണമെന്നും പറഞ്ഞ് ഞങ്ങൾ പൊളിക്കുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പോകാൻ പറ്റും. മക്കളെയൊക്കെ കൊണ്ട് എവിടെ പോകും ഞങ്ങൾ? ഒന്നെങ്കിൽ ഞങ്ങൾക്ക് വീടും പറമ്പും വേറെ തരിക, അയാൾ സ്ഥലം എടുത്തോട്ടെ. ഞങ്ങൾക്കിത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗവൺമെൻറ് സ്ഥലമാണ് 19 ഏക്കർ. ഇത് മുഴുവൻ എല്ലാം പെരിയാർ വാലിയുടെ സ്ഥലം. അതിൻ്റെ ഉള്ളിലാണ് പരാതിക്കാരൻ്റെ 2.5 ഏക്കർ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ആകുമ്പോൾ അതെങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവും? താഴോട്ടാ കിടക്കുന്ന സ്ഥലത്തിനൊന്നും രേഖയില്ല, പട്ടയൊന്നുമില്ല. അത് തഹസിൽദാരുടെ അവരുടെ മുന്നാധാരോ രേഖകളൊന്നുമില്ല. സ്ഥലം ആ സാറിൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ ഇങ്ങറ്റം പറയും അങ്ങോട്ട് പോകണം. ദൂര സ്ഥലം എന്ന് പറയാമോ? അതൊന്നും അവർക്ക് വേണ്ട. ഈ പാവങ്ങളെ വലിച്ചിറക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ടല്ലേ ഞങ്ങളിട്ട് ഇവരിട്ട് വലിക്കണത്. എല്ലാവരും പോലീസുകാരനെ വട്ടമിട്ട് പിടിച്ചേക്കാണ്. ഇവിടെ വെച്ച് അതായിരുന്നു വട്ടമിട്ട് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് അനങ്ങാൻ പറ്റുമോ? സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു, അതുകൊണ്ടാണ് പോലീസ് പിന്മാറിയത്. സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. സർക്കാർ ഇടപെടണം. പുതിയ സർക്കാർ വന്നിട്ടുണ്ട്. സർക്കാരിന്റെ ഭൂമിയാണ്. അപ്പൊ സർക്കാർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തി തരണം. സർക്കാർ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു പരിഹാരം കാണണം. അല്ലാതെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയല്ല വേണ്ടത് എന്നതാണ്
ഈ 8 കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായി പറയുന്നത്. എന്തായാലും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മനോജ് മാളശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.